ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഇപ്പോൾ ദാ 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീറ്റ് അകോങ്കുലൊക്കെ അടിച്ച് വാരിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഭാഗത്ത് 2 പ്രാവ് വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ കൂട് കെട്ടി താമസിക്കാനുള്ള എന്തോ പരിപാടിയാണ്. ഞാൻ ഈ ഒരു ക്വാർട്ടേഴ്സിൽ വരുന്ന സമയത്ത് ഇവിടെ മൊത്തത്തിൽ പ്രാവും പ്രാവിൻ്റെ കൂടും കുട്ടികളും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. അപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഏട്ടന് പോകാനൊക്കെ സമയമാവാറായി. ഒരു റിപ്പബ്ലിക്കിന് പോയിട്ടുള്ള ക്ഷീണമൊക്കെ തീർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ തലേ ദിവസം ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ എപ്പോഴും ഗ്രീൻ പീസ് എന്താക്കുന്നത് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ്, ഏട്ടനും ഇഷ്ടമാണ്. ഇവിടെ ചിലവാകാത്ത എന്താണെന്ന് വെച്ചാൽ കടലയാണ്. കടല പുഴുക്കൊക്കെ പുഴുങ്ങുമ്പോൾ മാത്രമാണ് കടല എടുക്കത്തുള്ളൂ, അല്ലാണ്ട് എപ്പോഴും ഗ്രീൻ പീസ് തന്നെയാണ് എടുക്കാറ്. ഞാൻ ഡിമാർട്ടിൽ നിന്ന് കുറച്ചധികം വാങ്ങിക്കാറുണ്ട് ഗ്രീൻ പീസ്. അങ്ങനെ അതിലേക്ക് തക്കാളിയും ക്യാരറ്റും അതേപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും ഒക്കെ മുറിച്ചിട്ടിട്ട് ഒരു 3-4 വിസിലടിച്ച സംഭവം അവിടെ വെന്ത് കിട്ടും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മുളക് വാങ്ങിച്ചപ്പോൾ മുളകിൻ്റെ ഈ ഒരു ഞെട്ടൊക്കെ കളഞ്ഞൊരു പാത്രത്തിൻ്റെ അകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ഞാൻ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എല്ലാം ഒതുക്കി വെക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞെട്ട് കളഞ്ഞ് വെക്കുമ്പം എനിക്കില്ല മുളക് ചീഞ്ഞ് പോവോ കേടായി പോവോ ഒന്നുമില്ല കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ എന്നും ഗോതമ്പിൻ്റെ പുട്ട് തന്നെയാണ് കേട്ടോ. ഉഴുന്ന് തീർന്നിട്ടുണ്ട്, ഇനിയിപ്പം ഉഴുന്നൊക്കെ വാങ്ങിക്കണം. അതുകൊണ്ട് ഇഡ്ഡലിയും ദോശയ്ക്കൊക്കെ ഞാനൊരു ലീവ് കൊടുത്തതാണ്. ഇനിയിപ്പം ഗോതമ്പുണ്ട്, അതുകൊണ്ട് ഗോതമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഞാൻ ഗോതമ്പിൻ്റെ പുട്ട് കിട്ടാൻ ഒരിക്കലും നന്നാകത്തില്ലായിരുന്നു. ഇത് കട്ട കെട്ടി നിൽക്കുമായിരുന്നു. ഏട്ടൻ എന്നിട്ട് പുട്ട് കഴിക്കുമ്പോൾ കട്ട ആടെ എടുത്ത് മാറ്റി വയ്ക്കുമായിരുന്നേ. കട്ട മാറ്റി വെച്ചാൽ പൊടി പിന്നെ ഒട്ടും ഉണ്ടാവില്ല, മൊത്തം കട്ടയായിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു ഗോതമ്പിൻ്റെ പുട്ട് ചുടുമ്പോൾ ഉണ്ടാവാറ്. അത് ഞാനിതിൽ പറഞ്ഞപ്പോൾ എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്. മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇങ്ങനെ നനച്ച് കഴിഞ്ഞ ശേഷം മിക്സീൻ്റെ അകത്ത് ഇട്ടിട്ട് ഒറ്റ കറക്കം. അങ്ങനെ ഞാൻ കറക്കി നോക്കിയിട്ട് ഇന്നലെയും ഗോതമ്പിൻ്റെ പുട്ടായിരുന്നേ. ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നന്നായിട്ട് പൊടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല പുട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് നനച്ചിട്ട് ഈ ഒരു മിക്സീൻ്റെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഒരൊറ്റ കറക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ ഞാൻ മിക്സീൻ്റെ ജാറിനകത്ത് ഇടുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി മിക്സി ഇപ്പം വെടക്കാക്കോനും ഭയങ്കര എന്തോ ഒരു സൗണ്ട് മിക്സിക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ അതവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ച് വെച്ചിട്ട് എൻ്റെ അടുത്ത് വെള്ളം അധികമായി പോയിട്ടാണോ എന്നറിയില്ല, ചെറിയ കട്ടയുണ്ട്. അത് ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഞാൻ ഈ ഒരു ഗോതമ്പിൻ്റെ പുട്ടിന് അധികവും ചെറുപയറിൻ്റെ കറിയാക്കാം. ഇതിപ്പം പൊടിയായിട്ടുള്ളതിനെ കൊണ്ട് ഞാൻ വിചാരിച്ച് ഗ്രീൻ പീസിൻ്റെ കറിയാക്കാമെന്ന്. അങ്ങനെ ഗ്രീൻ പീസ് എടുത്ത് വെച്ചാണ് കേട്ടോ. അതാ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഇച്ചിരി വെള്ളം അധികമായി പോയിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയ കട്ടയുണ്ട്. പക്ഷേങ്കിൽ ആദ്യം ഞാൻ മുമ്പ് കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി കൂടി ഉണ്ടായിരുന്നേ, അതും കൂടെ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഞാൻ പൊടി എടുത്ത് കുറച്ച് അധികമായി പോയിട്ടുണ്ട്. അപ്പോൾ രണ്ട് കുറ്റിപ്പുട്ടിലും അധികം വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും 1.5 കുറ്റിയൊക്കെ മതി. ഒരു കുട്ടൊന്നും മുഴുവനായിട്ട് തിന്നത്തില്ല ഗോതമ്പിൻ്റെ, അതിനെക്കൊണ്ട് ഏട്ടനും 1.5 കഷ്ണമൊക്കെ തിന്നുള്ളൂ. പിന്നെ ഞാനെനിക്ക് തോന്നും ചിലപ്പം 2 തോന്നും, ചിലപ്പോൾ 1.5 തോന്നും, ചിലപ്പോൾ 1 തോന്നും. അങ്ങനെ കുറച്ച് അധികമായി പോയിട്ടുണ്ട്. ഞാൻ ബാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ട് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ആ ഒരു കടയിൽ പോയിട്ട് വാങ്ങിച്ച തേങ്ങ 25 രൂപ, ഒരു തേങ്ങയ്ക്ക് 25 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ഉള്ളൂ. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് തേങ്ങ കിട്ടിയത്. ശരിക്കും വെച്ചാൽ എന്ത് വലിപ്പം ഉണ്ടാവും, ഒരു കുഞ്ഞ് തേങ്ങ എല്ലാം കിട്ടിയത്. 10 തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 10ഉം ചെറുതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടുതലായതിനെ കൊണ്ട് 25 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഒരുമിച്ച് വാങ്ങിക്കുമ്പം. അങ്ങനെ പുട്ട് ഇവിടെ കുഴച്ച് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് വേണം ഇതൊന്ന് അടുപ്പത്തിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ഒരുമിച്ച് രാഗിനെ കൊണ്ട് ഗ്രീൻ പീസ് കറീൻ്റെ അകത്തേക്കുള്ള അരപ്പും അവിടെ അരയ്ക്കാൻ വേണ്ടിയിട്ടായി. ഇനിയിപ്പം വേഗം ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം. എന്നിട്ട് പ്രത്യേകിച്ച് വേറെ എന്നതറിയാൻ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഇന്ന് കറി വയ്ക്കുന്നത്, ഞാൻ ഈ ഒരു ഗ്രീൻ പീസിന് വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കുമ്പം അതിൻ്റെ അകത്ത് 2 കഷ്ണം പട്ടയും കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കുമേ. ഇതന്ന് വാങ്ങിച്ച വെള്ളരീൻ്റെയാണ് കേട്ടോ. അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ബാക്കി ഒരു പച്ചടി നാളെയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇന്ന് ഈ ഒരു വെള്ളരിയും പിന്നെ ഇവിടെ കുറച്ച് തൈര് ഇരിപ്പുണ്ട്. അപ്പം വെള്ളരിയും തൈരും കൂടെ വെക്കാൻ വിചാരിച്ചു. പിന്നെ പയറിൻ്റെ ഉപ്പേരിയും പിന്നെ കുറച്ച് തൈരും പിന്നെ അച്ചാറും ഏട്ടനുള്ള ചോറ് അവിടെ സെറ്റായി.
പിന്നെ എനിക്ക് ഇന്നലെ യൂട്യൂബിൽ നിന്ന് പൈസ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൈസ ചെറിയ പൈസയാണ്, എന്നാലും നമ്മളിവിടെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കിട്ടുന്നതാണല്ലോ, അതുകൊണ്ട് എനിക്കത് വലിയ പൈസയാണ് കേട്ടോ. അപ്പോൾ നച്ചുവിന് എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ച് ഞങ്ങൾ രാത്രി തന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അവൾക്ക് അവിടെ ഉള്ളൊരു സാധനവും വേണ്ട. അവൾക്ക് വേണ്ടത് എന്താ, ബബിൾസ് ഇല്ലേ, നമ്മളിങ്ങനെ ഊതിയിട്ട് ഇങ്ങനെ കുമ്പള വരുന്ന ബബിൾസ്, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ വിചാരിച്ചു നമ്മുടെ എന്തെങ്കിലും കുറച്ച് നല്ല എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഈ ഒരു ബബിൾസ് മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഏട്ടൻ രാവിലെ തന്നെ ഇവിടെ ബബിൾസ് മൊത്തം അകത്തുനിന്ന് ഇങ്ങനെ ഇതാക്കിയിട്ടില്ലേ, അകത്തൊക്കെ സോപ്പ് വെള്ളറ്റാനാണ് ഇത്. നമ്മളിങ്ങ് കാലൊക്കെ ഇങ്ങനെ വഴുതി പോകുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഈ ഒരു ബബിൾസ് തരണമെങ്കിൽ ഇവിടെ ഈ ഒരു ബാൽക്കണീൻ്റെ ഭാഗത്തുനിന്ന് അകത്തേക്ക് കിടക്കരുത്, അവിടെ നിന്നിട്ട് കളിക്കണം എന്ന് പറഞ്ഞ് അത് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് ആ സംഭവം കൊണ്ട് അകത്തേക്ക് വരത്തില്ല, അവിടെ നിന്നിട്ടേ കളിക്കുള്ളൂ. ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് നല്ല ഓർമ്മ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ പിന്നെ ചെയ്യാറില്ല. എന്ത് കാര്യം ഞങ്ങളിങ്ങനെ പറയും, മോളെ അത് ചെയ്യരുത്, പിന്നെ അത് ചെയ്യേയില്ല. ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറയും, അമ്മ അത് ചെയ്യരുതെന്ന്. അപ്പോൾ ലിഫ്റ്റ് ആരോ അടയ്ക്കാതിരുന്നിട്ടുണ്ട്, അതുകൊണ്ട് ഏട്ടൻ ഇറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ ഏട്ടൻ പോയപ്പം അകത്തേക്ക് വന്ന് ഇനി ഇവിടെ ഒരു 10 മിനിറ്റോളം കിടക്കും. എന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കും. ഞങ്ങൾക്ക് പല്ല് തേക്കണം, ചായ കുടിക്കണം, പിന്നെ ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം. ഞാൻ അരിക്ക് വെള്ളമിട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അരിയൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെള്ളരിയിൽ 2 പച്ചമുളകൊക്കെ മുറിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും വെന്ത് അരിയും വാർത്ത് പിന്നെ ഇതിനുള്ള അരപ്പും ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിനി ഇതൊന്ന് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം അധികമായി പോയിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റിയിട്ട് വേണം അതൊന്ന് കലക്കാൻ. പിന്നെ തൈരിൻ്റെ കട്ട ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ കറിയും സെറ്റായി എന്ന് പറയാം. പിന്നെ ഈ ഒരു പയർ ആക്കണം. പയർ എപ്പോഴും ഞാൻ ഉപ്പേരി വെച്ച് കൊടുക്കുമ്പം പറയും, എപ്പോഴും ഇങ്ങനെ ഉപ്പേരി പോലെ ആക്കണ്ട, ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ പയർ വെച്ച് തന്നാൽ മതി, അങ്ങനെ വയ്ക്കുമ്പോൾ നല്ല രസമാണെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ പയർ കുറച്ച് വലിപ്പത്തിൽ മുറിച്ചിട്ടിട്ടത്. അങ്ങനെ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പയർ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നച്ചുവിന് 6 മാസമായപ്പോൾ തൊട്ട് ഞാനിങ്ങനെ മീഷോന്ന് നമ്മളെ ആനിമൽസിൻ്റെയൊക്കെ ഒരു കാർഡ് കിട്ടും, കുറച്ച് വലിയ. അപ്പം കാർഡ് കാണിച്ചിട്ട് അതിലുള്ള ആ ഒരു ആനിമൽസിൻ്റെയൊക്കെ പേര് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പേരിങ്ങനെ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഇപ്പോഴും നല്ലോണം അറിയാം. ആ ടൈമിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ. അപ്പോഴേ അവൾ ഒരു 10-20 ആനിമൽസിൻ്റെയൊക്കെ ഞാനിങ്ങനെ പിക്ചർ എവിടെയും ചോദിക്കുമ്പോൾ പിക്ചർ എനിക്കിങ്ങനെ കൈ കൊണ്ട് തൊട്ട് കാണിച്ചു തരായിരുന്നു. 2 എണ്ണമൊക്കെ കാണിച്ചിട്ട് അങ്ങനെ. അതേപോലെ ആനിമൽസ്, വെജിറ്റബിൾസൊക്കെ ഞാനിങ്ങനെ നമ്മളെ വെണ്ടയ്ക്കും ഇതൊക്കെ ഉള്ള മുന്നിൽ കൊണ്ടുവച്ചിട്ട് അതിൽ നിന്ന് ഇതെടുത്തതാന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് തരത്തുണ്ടായിരുന്നു. ഇനിയിപ്പം ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പ്ലേ സ്കൂള് നമ്മൾ ഇങ്ങനെ ഇപ്പം 3 വയസ്സാവാറായല്ലോ. അപ്പം 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ പ്ലേ സ്കൂള് വിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും റൂമിൻ്റെ അകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. പുറത്തും അവൾക്ക് യാതൊരാളുമായിട്ടും ഒരു ബന്ധം ഇല്ലാത്ത പോലെയാണ്. ഞാൻ എല്ലാ ദിവസവും താഴെ കളിക്കാൻ എപ്പോഴും പോവാറുമില്ല. അപ്പം ഏട്ടൻ പറഞ്ഞു, നമുക്കിവിടെ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇവിടെ ഉള്ള കൂടെ തന്നെയുള്ള 2-3 കുട്ടികളുണ്ട് 3 വയസ്സുള്ള. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നമുക്ക് എന്നാലും പ്ലേ സ്കൂള് ഒന്നാക്കാൻ പറ്റുമോ നോക്കാമെന്ന്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവിടെ 27,000 രൂപ ഇട്ടാണ് ഒരു വർഷത്തേക്ക്. അപ്പോഴാണ് ഏട്ടൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞത്, കേന്ദ്ര വിദ്യാലയയിൽ LKG UKGന് മുന്നായിട്ട് ഒരു അംഗൻവാടി ഇങ്ങനെ ഉണ്ട്, അവിടെ ഒന്ന് ചോദിച്ചു നോക്കും. പക്ഷേങ്കിൽ അത് എല്ലാ സ്ഥലത്തും ഇല്ല. ഇവിടെ ഈ ഒരു ഗുജറാത്തിൽ KV ഉണ്ട്, അവിടെ ഈ ഒരു ഇങ്ങനെ ഉണ്ടോ 3 വയസ്സുള്ള കുട്ടികളൊക്കെ ചേർക്കുന്ന ആ ഒരു അംഗനവാടീൻ്റെ ഫെസിലിറ്റി ഉണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നാളോ മറ്റന്നാളോ ലീവാക്കിയിട്ട് നമുക്കത് വേണം ഒന്ന് ചോദിക്കാൻ വേണ്ടി പോകണം. ഇപ്പോൾ മെയ് ആയാലും 3 വയസ്സാവും. അപ്പോൾ ഒന്ന് അവിടെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ KVയിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് വേഗം KVയിൽ അഡ്മിഷൻ കിട്ടുമല്ലോ. അപ്പം അവിടെ ഒന്ന് ഇപ്പോഴേ ചേർത്താൽ പിന്നെ അവൾക്ക് നേരെ തുടർന്ന് അങ്ങ് പഠിക്കാനും കൂടെ ഉള്ളൊരു എളുപ്പം ഉണ്ടാവുമല്ലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടാണ്. എന്താണെന്നൊന്നും അറിയില്ല, ഒന്ന് ചെന്ന് നോക്കണം. ഏട്ടനിപ്പോൾ അടുത്ത ദിവസം ഒന്ന് ലീവാക്കും, എന്നിട്ട് വേണം ഒന്ന് KVയിൽ പോയി നോക്കാൻ. അപ്പോഴത്തേക്ക് പയറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് ഏട്ടന് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ചോറിനകത്തേക്ക് കുറച്ച് അച്ചാറും അതേപോലെ തന്നെ തൈര് കറിയും പിന്നെ ഈ ഒരു പയറിൻ്റെ ഉപ്പേരിയല്ല, പയറിൻ്റെ ഒരു സാധനം അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവളെ KVയിൽ പഠിപ്പിക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ കോഴിക്കോടുണ്ട്, പിന്നെ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ
പാറാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് എന്ന് പറയുന്നതായിട്ട്. പിന്നെ കണ്ണൂരാണുള്ളത്. അപ്പം അവിടെ ഇനിയിപ്പം നാട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്ന ടൈമിൽ ഏട്ടനിപ്പോൾ എല്ലാവരുടെയും ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ടഫായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെയാണ് പോസ്റ്റിംഗ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ വീട്ടിൻ്റെ അടുത്തൊക്കെ AV ഉണ്ടെങ്കിൽ അവിടെ അത് പോകാമല്ലോ എന്നൊക്കെ ഉള്ളത് ഒക്കെ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കണം ഇപ്പോഴേ ഒന്ന് ചേർത്താൻ പറ്റുമോയെന്ന്. അപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വാവേനെ ഇങ്ങനെ അച്ചു കൂട്ടണ്ട. വാവേനെ ഇവിടെ വാവ കറിയൊന്നുമില്ല. എന്നാൽ ഇങ്ങി വരണ്ട, ഇഞ്ഞി വരണ്ട നച്ചു. വാവൻ നച്ചു വരണ്ട. എന്നാലും നച്ചു വാവേനെ ഇവിടെ വെച്ചിട്ട് വന്നാൽ മതി. എന്നാ വരുന്ന പോണ്ട. എന്താ അത്? നീ ഇതിവിടെ വെക്ക്, വാ നമ്മൾ പോവാ. വാവ കരയോ? നച്ചു വാവനെ കൂട്ടാണ്ട് പോയാൽ വാവ കരയും. ഓ ശരി ശരി, എന്നാ നച്ചു കൂട്ടിക്കോ. സാരല്ല, വന്നിട്ട് കഴുകാം. ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴെ എത്തിയിട്ടുണ്ട്. അവിടെ ബസ്സുണ്ട്, പക്ഷേങ്കിൽ ഡോറ് തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് ഐസ്ക്രീം കുടിക്കാനൊരാഗ്രഹം വന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു പുറത്ത് അങ്ങറ്റത്തുണ്ട് ഒരു അമൂലിൻ്റെ കട. അപ്പോൾ അവിടെ പോയിട്ട് ഐസ്ക്രീമും അതേപോലെ തന്നെ ആട്ടേൻ്റെ ഒരു നൂഡിൽസാണ് കേട്ടോ. അപ്പം അട്ട നൂഡിൽസ്, അമൂലിൻ്റെ അട്ട നൂഡിൽസും വാങ്ങിച്ച്, പിന്നെ ഒരു ഐസും വാങ്ങിച്ച്, പിന്നെ ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കേട്ടോ. എനിക്കിപ്പോഴും തൊണ്ട ശരിയായിട്ടില്ല. ഇങ്ങനെ കുറേ സമയം സംസാരിക്കുമ്പം ഒരു എന്താ പറയുക, ഒരു കരപ്പ് വരും, ഒരു ചൊറിച്ചിൽ വരും തൊണ്ടയിൽ നിന്ന്. അങ്ങനെ അതും കുടിച്ച് പിന്നെ അപ്പോഴാണ് അമ്മ ഈ ഒരു പക്കവടയും പിന്നെ എന്തോ കറിയും കൊണ്ടെത്തുന്നത്. എൻ്റെ ഈ ഒരു പ്ലേറ്റും പാത്രം അവിടെയാണുള്ളത്. അപ്പോൾ അതിൽ പ്ലേറ്റും പാത്രം അവർ ഒന്നും ഇടാണ്ട് തിരിച്ചു തരത്തില്ല. അങ്ങനെ അതിലെന്തോ കറിയും പക്കവടയും കൊണ്ടുതന്ന്. അപ്പോഴത്തേക്ക് ഞാൻ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വിരിച്ചിടാൻ വേണ്ടി ടെറസിലേക്ക് പോയി. എന്ന് കുറേ ഉണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട്. തുണികളില്ല, പക്ഷേങ്കിൽ ചവിട്ടിയൊക്കെ മാറ്റില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി വെച്ചിട്ടുണ്ട്. ഏട്ടൻ ഇങ്ങനെ നമ്മുടെ കൂറേനെ കാണുമ്പോൾ ഇല്ലേ, ഒന്നിക്ക് ചവിട്ടി എടുത്തിട്ട് അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ കാലുകൊണ്ട് ചവിട്ടിക്കൊല്ലും. അപ്പോൾ എനിക്ക് എന്തോ അറപ്പാണ് ഈ ഒരു ചവിട്ടി വെച്ചിട്ട് ഇങ്ങനെ അതിനെ ഇതാക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ഞാൻ ചവിട്ടി ഇന്നലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാറ്റീനെ കണ്ടപ്പം ചവിട്ടി വെച്ചിട്ട്, അപ്പോൾ ഞാൻ ചവിട്ടിയെല്ലാം എടുത്തിട്ട് ഒന്ന് അലക്കിയിട്ടുണ്ട്. ചവിട്ടി മീൻസ് മാറ്റ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾ ചെയറൊക്കെ എടുത്തിട്ട്, ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ള ക്ലിപ്പൊക്കെ എടുത്തിട്ട് ആദ്യം അവൾ അകത്ത് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അവൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനത്തെ കുൽസിത പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചവിട്ടി ഈ ഒരു ഭാഗത്താര് ഇവിടെ നല്ല വെയിലുണ്ട്. ഈ ഒരു ഇത് നല്ല വെയിൽ വേണം നാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് അതൊന്ന് വിരിച്ചിടുന്നുണ്ട്. പിന്നെ എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇന്നലെ കുറച്ച് കടല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കടല ഒന്ന് വറുത്ത് വെക്കണം. പിന്നെ അവൾക്ക് ഒന്ന് ഓട്സ് കാച്ചി കൊടുക്കണം. കുറേ ദിവസമായി മുത്താറി എന്നെ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മാറ്റിയിട്ട് ഓട്സ് കൊടുക്കാമെന്ന്. അപ്പം പിന്നെ പാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പാലും കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറിയൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് ഈ ഒരു പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ ആ ഒരു പണിയും കഴിഞ്ഞു. പിന്നെ എനിക്ക് അകവും കുളയൊന്ന് തുടച്ചിടണം, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കുളിക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസവും കഴിഞ്ഞ് എന്ന് തന്നെ പറയാം. അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കടല ഒന്ന് വറുക്കണം. കടല ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് പെട്ടെന്നൊന്ന് വറുത്തെടുക്കും. ഇവക്ക് നിലക്കടല ഭയങ്കര ഇഷ്ടമാണ്. നിലക്കടല ഇങ്ങനെ വെറുതെ ഇങ്ങനെ TV ഒക്കെ കാണുമ്പം എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു പാത്രം കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ കടല, അവിൽ, അതേപോലെ പൊരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് എപ്പോഴും ഇവിടെ വാങ്ങി വയ്ക്കാറുണ്ട്. കടല കഴിഞ്ഞ പ്രാവശ്യം ഡിമാർട്ടിൽ പോയപ്പം വാങ്ങിച്ചിട്ടുള്ളതൊക്കെ തീർന്നു പോയി. അങ്ങനെ ഇന്നലെ ഞങ്ങൾ കളിക്കുന്ന എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പുറത്ത് പോയ ടൈമിൽ ഈ ഒരു ഓട്സും അതേപോലെ തന്നെ നിലക്കടലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തൊരു ബോട്ടിലാക്കി വെച്ചാൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കുക. പിന്നെന്താ, വേറെ പരിപാടിയൊന്നുമില്ല.
അങ്ങനെ കടലയും വറുത്ത് ഓട്സും ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഓട്സ് ഒന്ന് തണിഞ്ഞിട്ട് അവൾക്ക് കൊടുക്കണം. പിന്നെ ഇതൊരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കണം. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി പുറത്ത് പോയപ്പോൾ എടുത്ത ചെറിയൊരു കുഞ്ഞു ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ റിപ്പബ്ലിക്കിൻ്റെ തലേ ദിവസം എൻ്റെ സാരീൻ്റെ അണ്ടർ സ്കേർട്ട് കാണാനായിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. പോയപ്പം അത് വാങ്ങിച്ച് ആടെ മറ്റേ മൊഡാൽ സിൽക്കിൻ്റെ അടിപൊളി സാരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി വാങ്ങിച്ച സാധനം എടുക്കാണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. പിന്നെ ഞാൻ വേറെ സാരി എടുത്തിട്ടാണ് പോയത്. അപ്പം പിറ്റേ ദിവസം വന്നപ്പം കട തുറന്നിട്ടില്ല. പിന്നെ ഇന്നാണ് വന്നത്. ഈ ഒരു കട കുഞ്ഞി കടയാണെന്ന് വിചാരിക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി സാരിയൊക്കെ ഉണ്ട് കേട്ടോ. അത്ര വലിയ റേറ്റ് ഒന്നുമില്ല. 1000 രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി സാരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ മൊഡാൽ സിൽക്കിൻ്റെ അവർ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല മോഡൽ